മാനസാന്തരത്തിൻ്റെ പുതുപടവുകൾ കടന്ന് ക്രിസ്തുവിൽ പുതു സൃഷ്ടികളായവരുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്ന മാനസാന്തരത്തിൻ്റെ പടവുകൾ പ്രോഗ്രാമിൽ ഈ ആഴ്ച നാം പരിചയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ വില്ലേജിൽ ആമച്ചൽ വീട്ടിൽ പാസ്റ്റർ ബാബു രാജേന്ദ്ര പ്രസാദിൻ്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ബാബു രാജേന്ദ്ര പ്രസാദ് എന്നാണ്. 1956 തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിലെ ചെങ്കൽ വില്ലേജിൽ കുടുംബോട്ടുകോണം എന്ന് പറയുന്ന സ്ഥലത്ത് ആമച്ചൽ വീട്ടിൽ ആണ് ഞാൻ ജനിച്ചത്. എൻ്റെ പിതാവിൻ്റെ പേര് ജെ ലാസർ എന്നും എൻ്റെ അമ്മയുടെ പേര് സുന്ദരി എന്നുമാണ്. അമരവിളയിൽ തന്നെ ജനിച്ച് അമരവിള JBS മുതൽ ധനുവച്ചപുരം HSSലും അതുപോലെ തന്നെ ധനുവച്ചപുരം ITIയിലുമായി ഈ ലോകത്തിലെ വിദ്യാഭ്യാസം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. 1975 കാലഘട്ടത്തിൽ ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഹൃദയത്തിന് ഒരു വല്ലാത്ത അസുഖം ബാധിച്ചു. ആ കാലഘട്ടത്തിൽ ചെയ്യാവുന്ന പരമാവധി വൈദ്യശാസ്ത്രവും പ്രയോഗിച്ചിട്ടും എനിക്ക് സൗഖ്യമാവാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്ന് ആ സ്ഥലത്ത് കൊല്ലങ്കോട് ദൈവസഭ അതിൻ്റെ സ്ഥാപകൻ പാസ്റ്റർ ബെഞ്ചമിൻ അവറുകളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ സഭ അവിടെ ഉണ്ടായിരുന്നു. ആ സഭയിലെ ഒരു അമ്മച്ചി, വയസ്സായ ഒരു അമ്മച്ചി വീട്ടിൽ വരികയും എന്നോട് സുവിശേഷം പറയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ആ പ്രാർത്ഥന ആ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ ദൃഢപ്പെടുകയും അവരുടെ പ്രാർത്ഥനയിൽ ദൈവം എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. ആ സൗഖ്യത്തോട് ചേർന്ന് ഞാൻ 1976 സെപ്റ്റംബറിൽ സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ട അനന്തരം ഒട്ടും താമസിയാതെ 1-2 ആഴ്ച കൊണ്ട് തന്നെ ദൈവം എന്നെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു. അങ്ങനെ ഈ ആരാധനയിലെല്ലാം പങ്കെടുത്ത് കർത്തൃശുശ്രൂഷയിലെല്ലാം ദൈവദാസന്മാരുടെ ഒരു സഹായിയായും ആ കാലത്ത് അവിടുത്തെ സൺഡേ സ്കൂളിൻ്റെ ഒരു അധ്യാപകനായിട്ടും അവിടെ സേവനം തുടങ്ങാൻ ദൈവം എനിക്ക് അവസരം നൽകി. കർത്താവിൻ്റെ ദാസന്മാർ ആ കാലത്ത് എന്നെ വളരെ സന്തോഷത്തോടെ ഈ ശുശ്രൂഷ സംബന്ധിച്ച കാര്യങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ എൻ്റെ ദൈവത്തോട് ഞാൻ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. എനിക്കൊരു ജോലി ഉണ്ടാവണം. ജോലി ചെയ്ത് സ്വന്തം നിലയിൽ സുവിശേഷം പ്രസംഗിക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ ഉള്ള അവസരം എനിക്ക് വേണം. അതുകൊണ്ട് ഒരു തൊഴിൽ രഹിതനാവാതെ എനിക്കൊരു തൊഴിൽ വേണം. അതിനുവേണ്ടി ഉപരിപഠനം കുറച്ച് നടത്തണം എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ എനിക്കതനുസരിച്ച് ധനുവച്ചപുരം ITIയിൽ പഠിക്കാനുള്ള അവസരമുണ്ടായി. അങ്ങനെ ഒരു 2-3 മാസം ITIയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വിട്ടുപോയ ആ രോഗം വീണ്ടും വന്നു. എനിക്ക് ITIയിലെ വർക്ക് ചെയ്യാൻ പറ്റാതെയും ഒരു കാര്യത്തിലും കോൺഫിഡൻസ് ആവാൻ കഴിയാത്ത ശാരീരിക സാഹചര്യം വന്നതുകൊണ്ട് ഞാൻ പാസ്റ്റർ അടുത്ത് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിനക്ക് ഇത് ഞാൻ പ്രാർത്ഥിച്ചാലൊന്നും സൗഖ്യമാവില്ല, അതിന് നീ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവം നിന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുള്ളതാണ്. ദൈവം എന്നെ 3 പ്രാവശ്യം അത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ പോയിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ദൈവം നിന്നോട് സംസാരിക്കണം, അതാണ് നല്ലതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ വീട്ടിലിരുന്ന് 3 ദിവസം വ്യക്തമായി ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ഒന്നും ചെയ്യാതെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. 1-ാമത്തെ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പ്രത്യേകമായ
അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല. രണ്ടാമത്തെ ദിവസം വേറെ ആരും ഉണ്ടായിരുന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആ പ്രാർത്ഥന മുമ്പോട്ട് കൊണ്ടുപോവുകയായിരുന്നു. രണ്ടാമത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഞാൻ പ്രാർത്ഥിച്ച് അല്പം എനിക്ക് ക്ഷീണം തോന്നി. ഞാൻ അല്പം വിശ്രമിച്ച് കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു വിവശത ഉണ്ടായിട്ട് അന്ന് ഒരു ദർശനം, പകലിൽ തന്നെ കൃത്യമായ ഒരു ദർശനം ദൈവം എനിക്ക് തന്നു. ഞങ്ങൾക്ക് ITIയിൽ നൽകുന്ന ഒരു ഡയറിയുണ്ട്. ആ ഡയറി എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് മുകളിലോട്ടത് പോയി ഓരോ പേപ്പറുകളായിട്ട് പാറിപ്പോയി. അത് കണ്ടപ്പോൾ എനിക്ക് വ്യക്തമായി മനസ്സിലായി, ITIയിലെ പഠനം ഇനി ദൈവഹിതമായ കാര്യമല്ല, അത് മാറ്റം സംഭവിക്കും, അത് ദൈവം മാറ്റുകയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ കൂടെ ഒരാൾ ചോദിച്ചു, നിൻ്റെ കയ്യിലുള്ള ഈ പുസ്തകം ബൈബിള് പഴയ ബൈബിളല്ലേ, ഇത് ഞാൻ നിനക്കൊരു പുതിയ ബൈബിള് തരാമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു പുതിയ പുസ്തകം എനിക്ക് എടുത്തു തന്നു. ആ പുസ്തകം ലഭിച്ച ശേഷം ഒരുപക്ഷെ ശുശ്രൂഷയ്ക്ക് വന്ന് അധിക കാലമൊന്നും ആയിട്ടില്ലെങ്കിലും അതിനുശേഷം എനിക്ക് ഭയങ്കര മാറ്റം സംഭവിച്ചു. ഏത് അസാധാരണമായ സാഹചര്യത്തിലും ദൈവവചനം പ്രസംഗിക്കാൻ വളരെയേറെ കരുത്ത് എൻ്റെ ജീവിതത്തിലുണ്ടായി എന്ന് വ്യക്തമാണ്. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിലെ കുഴുത്തറയിൽ കല്ലിക്കെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് പാസ്റ്റർ M. മത്തായി അവർ നടത്തിക്കൊണ്ടിരുന്ന ഒരു ബൈബിൾ സ്കൂളുണ്ടായിരുന്നു. അത് ഇൻ്റർനാഷണൽ ഗോസ്പൽ ഔട്ട്റീച്ച് ആൾ നേഷൻസ് ബൈബിൾ സ്കൂൾ എന്ന് പറയും. ആ ആൾ നേഷൻസ് ബൈബിൾ സ്കൂളിൽ ഞാൻ ദൈവവചനം പഠിക്കാൻ വേണ്ടി കടന്നുപോയി. ആ ദൈവവചന പഠനകാലത്ത് അന്ന് ഇൻ്റർനാഷണൽ ഗോസ്പൽ ഔട്ട്റീച്ച് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവുമായിട്ട് ചേർന്നായിരുന്നു ആ ബൈബിൾ സ്കൂള് നടന്നുകൊണ്ടിരുന്നത്. അവിടെ ഒരു കൺവെൻഷൻ നടക്കുന്ന സമയത്ത് അത്യന്തം അസാധാരണമായ ഒരു സംഭവം ഉണ്ടായി. അന്ന് ആ കോൺഫറൻസിനെ പ്രസംഗിച്ചത് നെൽസൺ ഡങ്കൻ എന്ന് പറയുന്ന കാനഡക്കാരനായ ഒരു മിഷനറി ആയിരുന്നു. അദ്ദേഹം അവിടെ 3 ദിവസത്തെ പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വളരെ രോഗശാന്തി വരപ്രാപ്തനും വലിയ വെളിപ്പാടൊക്കെ പറയുന്ന ആളുമായിരുന്നു. ആ കോൺഫറൻസിൻ്റെ 3-ാമത്തെ ദിവസം ഒരു സ്നാനം ഉണ്ടായിരുന്നു. അന്നാണ് IPC ചർച്ചിലെ പ്രസിദ്ധനായ ഒരു ദൈവദാസനും വെളിപ്പാട് പുസ്തകത്തിൻ്റെ എഴുത്തുകാരനുമായ പാസ്റ്റർ അതിരൂപൻ സ്നാനപ്പെട്ടത് ആ ദിവസമാണ്. അതിരൂപൻ പാസ്റ്ററുടെ സ്നാനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സായിപ്പിന് അതികഠിനമായ രോഗബാധയായിരുന്നു. അദ്ദേഹത്തിന് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ രാത്രി പ്രസംഗിക്കാൻ പറ്റില്ല എന്നുള്ള തോന്നലുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ കട്ടിലിന് ചുറ്റും ദൈവദാസന്മാർ, മത്തായി പാസ്റ്റർ, അന്ന് വർഗീസ് കോശി എന്ന് പറയുന്ന ആ സംഘടനയുടെ പ്രസിഡൻറ്റ്, മറ്റ് അനേക ദൈവദാസന്മാരവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും കട്ടിലിന് ചുറ്റും വളഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവാത്മാവ് എന്നോട് ഒരിക്കൽ ഉള്ളിലൊരു പ്രേരണ തോന്നി, ഞാൻ കൈവച്ചാൽ സായിപ്പ് ഇപ്പോൾ എഴിക്കും. അങ്ങനെ ഒരു 2 മിനിറ്റിനകത്ത് വെച്ച് ഒരു 3 പ്രാവശ്യം എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പം എല്ലാവരും അന്ന് ഞാൻ വളരെ ജൂനിയറാണ്, എനിക്കതിനൊന്നും കൈക്കരുത്തില്ല. എന്നാൽ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ സായിപ്പ് എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, നെൽസൺ ഡങ്കൻ. അദ്ദേഹം പറഞ്ഞു, ആ നിൽക്കുന്ന ആൾ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത്യന്തം അസാധാരണമായി ഒരു ശക്തി എൻ്റെ മേൽ വ്യാപരിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ തലയിൽ 2 കൈയും കൊണ്ട് ഇങ്ങനെ അമർത്തി പിടിച്ചു പ്രാർത്ഥിച്ചു. മിനിറ്റുകൾക്കകം അദ്ദേഹം എഴുന്നേറ്റിട്ട് അന്ന് പതിവിൽ കവിഞ്ഞ് ഈ കേരളത്തിൽ അദ്ദേഹം പല മീറ്റിങ്ങുകൾ നടത്തി. അതിനേക്കാളൊക്കെ വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ അന്ന് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞു. അന്ന് അദ്ദേഹം പറഞ്ഞു, അന്ന് അവിടെ ചില ആളുകളെ പാസ്റ്റർമാരായിട്ട് ഓർഡിനേഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പ്രായം കുറവാണ് എന്ന നിലയിൽ എന്നെ പരിഗണിക്കാതെ വെച്ചിരുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഈ മിഷനറി പറഞ്ഞു,
ബാബുരാജേന്ദ്ര പ്രസാദിൻ്റെ ശുശ്രൂഷ സൺഫയർ പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് ബാബുരാജേന്ദ്ര പ്രസാദിന് ഓർഡിനേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അന്നങ്ങനെ അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെയും പാസ്റ്ററായിട്ട് ഓർഡിനേഷൻ തന്ന് ശുശ്രൂഷകനാക്കി. അതോട് ചേർന്ന് തന്നെ ആ കാലത്ത് കേരളത്തിലും തമിഴ്നാട്ടിലും വളരെയേറെ കൺവെൻഷൻ പ്രോഗ്രാമുകളിൽ ദൈവം എന്നെ വളരെ ശക്തമായി ഉപയോഗിച്ചു. അന്ന് ആ പീരീഡ് ആയിരിക്കും തോന്നുന്നു മിക്കവാറും ഈ എം ഇ ചാക്കോ സാറ് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഓവർസിയറായിട്ടൊക്കെ ഇരിക്കുമ്പോൾ അദ്ദേഹമായിട്ടും അതിനുശേഷം ഓവർസിയറായ എം കുഞ്ഞപ്പി പാസ്റ്ററുമായിട്ടും PAV സാം സാറുമായിട്ടുമൊക്കെ ഏറെ വേദികൾ പങ്കിട്ട് ദൈവവചന ശുശ്രൂഷിക്കാനും ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കാനും ആ കാലഘട്ടത്ത് ആ മേഖലയിൽ വളരെയേറെ ഉന്നതമായ ആത്മീയ പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞാൽ മികച്ച ക്രൂസൈഡ് പ്രോഗ്രാമുകൾ നടത്താൻ ദൈവം എന്നെ സഹായിച്ചു. ആ കാലഘട്ടത്ത് ഉദയംകുളങ്ങര കേന്ദ്രീകരിച്ച് ഈഴക്കുളം, വരവുവറ്റ, മരിയാപുരം, കൊറ്റാമം, ധനുവച്ചപുരം, അമരവിള, കുടുംബോട്ടുകോണം ഈ മേഖലകളിലെല്ലാം സഭാപ്രവർത്തനങ്ങൾക്കും വളരെയേറെ സ്ഥായിയായ പ്രവർത്തനം ചെയ്യുവാനും കുളക്കരയിൽ മൈക്ക് സെറ്റ് ഫിറ്റ് ചെയ്ത് പ്രസംഗിച്ച് 10-25-30 ആളുകളെ സ്നാനപ്പെടുത്തിയ അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആയിരത്തി 1976 രക്ഷിക്കപ്പെട്ടതിന് ശേഷം സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ സഞ്ചാര സുവിശേഷകൻ എന്ന നിലയിൽ നിരവധി സുവിശേഷീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഗോസ്പൽ ടൈംസ് എന്ന ക്രിസ്തീയ പ്രസിദ്ധീകരണം ആരംഭിച്ചു. ദൈവം, മനുഷ്യൻ, മായ, സനാതന, ജദ്ഗുരു തുടങ്ങി നിരവധി ക്രൈസ്തവ ഗ്രന്ഥങ്ങളുടെ രചയിതാവ്. എൻ്റെ കുടുംബം ഒരു CSI കുടുംബമായിരുന്നു. ഞങ്ങൾ കുടുംബോട്ടുകോണം CSI ചർച്ചിലെ അംഗങ്ങളായിരുന്നു. ഈ സുവിശേഷ വേലയിൽ വന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും വളരെയേറെ നടന്നുകൊണ്ടിരുന്നു. ജനം രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ CSI സഭയിൽ നിന്നും അതുപോലെ തന്നെ ബന്ധുക്കളിൽ നിന്നും വളരെയേറെ അറ്റാക്ക് ഉണ്ടാവുകയും പല വധശ്രമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതോട് ചേർന്ന് തന്നെ കുടുംബത്തിലെ ആളുകൾക്ക് എൻ്റെ പ്രോപ്പർട്ടി അടിച്ചെടുക്കുക എന്നുള്ള നിലയിൽ അതിനു വേണ്ടി കുബുദ്ധികളായ പലരും വളരെയേറെ പ്രവർത്തിക്കുകയും അത് നിമിത്തം കർത്തൃ ശുശ്രൂഷയിൽ ഒരുപക്ഷെ ഒരു ബ്രേക്ക് സഭാപ്രവർത്തനത്തിൽ ആ മേഖലയിൽ വളരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവം എന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളോടും കൂടെ തമിഴ്നാട് മേഖലകളിലും അതുപോലെ തന്നെ ബോംബെയിലെ വേലയെല്ലാം വളരെ അനുഗ്രഹീതമായ ഒരു കാലഘട്ടമായിരുന്നു. അത് ഏതാണ്ട് 90 കാലഘട്ടമായിരുന്നു. ആ കാലത്ത് ഞാൻ ബോംബെയിൽ ഹിന്ദി പഠിച്ച് ഹിന്ദി മേഖലയിൽ ദൈവവചനം പ്രസംഗിക്കണമെന്ന താല്പര്യത്തിൽ മഹാരാഷ്ട്രയിലെ താന ഡിസ്ട്രിക്റ്റിൽ താക്കുരുളി എന്ന് പറയുന്ന സ്ഥലത്ത് മഹനേദാൻ ഗോസ്പൽ മിഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് പഠനം നടത്തുകയായിരുന്നു. അങ്ങനെ പഠനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പാസ്റ്റർ PT വർഗീസ് അദ്ദേഹം എന്നെ ആ സഭയുടെ അസിസ്റ്റൻ്റ് പാസ്റ്ററാക്കി വെച്ചിരുന്നു. അതിനുശേഷം തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ നാട്ടിൽ വരികയും പോവുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി ഉല്ലാസ് നഗറിൽ സുഭാഷ് തക്കടി എന്ന് പറയുന്ന സ്ഥലത്തെ ന്യൂ ഇന്ത്യ ചർച്ചിൻ്റെ പ്രവർത്തനത്തിൽ വളരെയേറെ
പങ്കുവഹിക്കാൻ ദൈവം എനിക്കിടയാക്കി. അതുപോലെ തന്നെ അതിനുശേഷവും ഈ ഒരു പീരീഡ് 90 മുതൽ ആശാരി ഉപദേശിയുടെ ക്രൂസൈഡുകൾക്ക് നേതൃത്വം കൊടുക്കാനും ആ ക്രൂസൈഡുകളിൽ ആശാരി ഉപദേശിയുടെ പ്രസംഗം ഏറ്റുപറയാനും ദൈവം ഇടയാക്കി. അങ്ങനെ ഈ 90-ന് മുമ്പ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഗുജറാത്ത്, രാജസ്ഥാൻ, അതുപോലെ തന്നെ പഞ്ചാബ് തുടങ്ങിയ മേഖലകളിലും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കാൻ ഇടയായി. 1980-ൽ ഗോസ്പൽ ടൈംസ് എന്ന ഒരു മാഗസിൻ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. വേൾഡ് മിഷണറി ഇവാഞ്ചലിസം ചർച്ച് പാസ്റ്റർ എൽ ജോയ്സൺ അവറുകളുടെ പുത്രി ഗിരിജകുമാരിയുമായിട്ട് 1982 ഫെബ്രുവരി മാസം 25-ാം തീയതി വിവാഹം നടന്നു. ആ കാലഘട്ടത്തിൽ കർത്തൃശുശ്രൂഷയിൽ വളരെയേറെ മികവ് പുലർത്തുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതിനുശേഷം വീണ്ടും വടക്കേ ഇന്ത്യൻ മേഖലയുമായിട്ട് വളരെയേറെ മിഷനറി പ്രോഗ്രാമുകൾ നടത്താനും പ്രവർത്തിക്കാനും ദൈവം എന്നെ സഹായിച്ചു. 2016-ൽ ഭൂമി ഇന്നലെ, ഇന്ന്, നാളെ എന്ന ഒരു പുസ്തകം പ്രകാശനം ചെയ്തു. ആ പുസ്തകം ജില്ലാ ജഡ്ജി ഡെന്നിസൺ അവറുകളാണ് അവതാരിക എഴുതിയത്. അത് കേരളത്തിലും ഇന്ത്യയിലുമുള്ള വളരെ പ്രഗത്ഭരായ ദൈവദാസന്മാരും പത്രക്കാരും ശാസ്ത്രിമാരും ഒക്കെ പരിശോധിച്ച ഒരു പുസ്തകമാണ്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അവറുകളാണ് ആ പുസ്തകം പ്രകാശനം ചെയ്തത്. ആ പുസ്തകം ഏറ്റുവാങ്ങിച്ചത് മുൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളായിരുന്ന ഡോക്ടർ ഷാജി പ്രഭാകരൻ അവറുകളാണ്. അങ്ങനെ ഇന്ത്യൻ മതം, ഇന്ത്യയിലെ ജാതി, ഈ വ്യവസ്ഥകളിൽ എങ്ങനെ യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കാം, ക്രിസ്ത്യാനിറ്റിയുടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പൊതുസമൂഹത്തെ അറിയിക്കാനുള്ള താല്പര്യത്തിലാണ്, അഥവാ ആ ഒരു സന്ദേശമാണ് ഭൂമി ഇന്നലെ, ഇന്ന്, നാളെ എന്ന പുസ്തകത്തിൽ കൂടെ അവതരിപ്പിച്ചത്. ഇടയ്ക്ക് നിന്നുപോയ ഗോസ്പൽ ടൈംസ് വീണ്ടും ഈ അടുത്ത കാലത്ത് 2022 വീണ്ടും പ്രവർത്തനം ആരംഭിക്കാൻ ദൈവം ഇടയാക്കി. അത് ഈ സാമൂഹ്യ വിഷയങ്ങളിൽ കുറേ ഇടപെടൽ എന്ന നിലയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ലേഖനമാണ് വിശ്വാമിത്രൻ്റെ പുല്ലുതിന്നുന്ന പശുക്കളും വസിഷ്ഠൻ്റെ കാമധേനുവും എന്ന ലേഖനം. ആ ലേഖനം ഒരുപക്ഷെ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വളരെ ഹരം പകർന്ന ഒരു വിഷയമായിരുന്നു. ഇപ്പോൾ യഹൂദൻ ചരിത്രവിസ്മയം എന്ന ഒരു ലേഖനം വെച്ചുകൊണ്ട് അതിൻ്റെ മറ്റൊരു കോപ്പി കൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായ ശേഷം, രണ്ടാമതും പ്രസിഡൻ്റായ ശേഷം യെരുശലേമിൽ നടക്കാൻ പോകുന്ന സംഭവവികാസങ്ങളെക്കുറിച്ച് തയ്യാർ ചെയ്തിട്ടുള്ള ഒരു വിഷയമാണത്. അന്ന് എഴുതിയ ആ സന്ദേശം ഇന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പരമാർത്ഥമായൊരു വിഷയമാണ്. എന്ന് മാത്രമല്ല, ഏറെ താമസിയാതെ യെരുശലേമിൽ യഹൂദന് വാഗ്ദത്ത ദേവാലയം പണിയപ്പെടും എന്നുള്ള സന്ദേശവും അതിനകത്ത് മുൻകൂറായി എഴുതുവാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ ഈ കാലഘട്ടത്തിൽ പ്രസംഗം കൊണ്ടും എഴുത്തുകൊണ്ടും ഞാൻ ദർശിക്കുന്ന ഒരു ദർശനം, എൻ്റെ എഴുത്തുകൾക്കും പ്രസംഗങ്ങൾക്കും ആധാരമായിരിക്കുന്ന ദർശനം, ഈ ലോകം, ഈ കാലഘട്ടം സുവിശേഷത്തിന് അഥവാ ആത്മീയ കൊയ്ത്തിന് വളരെ പ്രയോജനപ്പെടുന്ന അഥവാ പാകമായ ഒരു കാലഘട്ടമാണ്. അതിന്
ഈ യുവതലമുറ ഈ കാലഘട്ടത്തിൽ യേശു പറഞ്ഞതുപോലെ, യേശു പറഞ്ഞു കൊയ്ത്തിനെ ഇപ്പോൾ തന്നെ വിളഞ്ഞിരിക്കുന്നു. നിങ്ങൾ തല ഉയർത്തി നോക്കിയാൽ അതറിയാം. നമ്മൾ ചുറ്റുപാടുകളെ നോക്കുന്നതിനേക്കാൾ ലോകത്തെ നോക്കുകയും സമൂഹത്തെയും സംസ്കാരത്തെയും നോക്കിക്കൊണ്ട് സഭ എന്ന ചുമരിനകത്തുള്ള സുവിശേഷീകരണവും ആരാധനയും വിശ്വാസികൾക്കും വിശുദ്ധന്മാർക്കും ദൈവദാസന്മാർക്കുമെല്ലാം ആത്മീയ പുരോഗതി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമൂഹത്തോട് യേശു പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ അറ്റത്തോളം സകല ജഡത്തിനോടും സകല മനുഷ്യനോടും സുവിശേഷം പറയാനുള്ള ഒരു ബാധ്യത നമ്മുടെ ജീവിതത്തിലുണ്ട്. ഞാനിപ്പോൾ താമസിക്കുന്നത് മഞ്ചങ്കോട് എന്ന സ്ഥലത്താണ്. അവിടെ ഞാനും എൻ്റെ ഭാര്യ ഗിരിജകുമാരി, എൻ്റെ മകള് ജെമി സ്മിത്ത്, എൻ്റെ മകൻ ഷൈജു രാജേന്ദ്രപ്രസാദ്, ഞങ്ങൾ 4 പേര് ഇവിടെ ഉണ്ട്. ഇന്ത്യയിലെ സുവിശേഷീകരണമാണ് ഞങ്ങളുടെ പ്രധാനമായ ദൗത്യം. എൻ്റെ മൂത്ത മകൻ 2020 ബോംബെയിൽ വെച്ച് നിര്യാതനായി. അങ്ങനെ ഒരു മഹാസങ്കടം ഞങ്ങളുടെ കുടുംബത്തിന് സംഭവിച്ചു. ഇപ്പോൾ 2 മക്കളുണ്ട്. ജെമി സ്മിത്ത് ഇപ്പോൾ കുടുംബമായിട്ട് ജീവിക്കുന്നു. അവൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ചെറിയ ജോലിയുണ്ട്. കുടുംബമായിട്ട് അവർ ജീവിക്കുന്നു. ഇളയ മോൻ ഷൈജു രാജേന്ദ്രപ്രസാദ് അവിവാഹിതനാണ്. താൻ കേരള കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ചെറിയ ജോലിയുണ്ട്. അങ്ങനെ ഈ കൊച്ചു കുടുംബമായിട്ട് കർത്താവിൻ്റെ വലിയ വേല ചെയ്യാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. എൻ്റെ ഈ സാക്ഷ്യം കേട്ട എല്ലാവർക്കും സുവിശേഷ വേലയിൽ ഒരു പ്രോത്സാഹനവും ധൈര്യവും ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കഴിഞ്ഞ 50 വർഷത്തോളമായി നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ക്രിസ്തുവിൽ ജീവിതം തുടരുന്ന പാസ്റ്റർ ബാബു രാജേന്ദ്രപ്രസാദ് ഭാര്യ ഗിരിജകുമാരിക്കൊപ്പം ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മഞ്ചവിളാകം എന്ന സ്ഥലത്ത് കുടുംബമായി താമസിച്ച് സുവിശേഷ വേലകളിൽ ഏർപ്പെട്ടു വരുന്നു. സഞ്ചാര സുവിശേഷകൻ, ക്രൈസ്തവ ഗ്രന്ഥരചയിതാവ് എന്നീ നിലകളിലും നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിലും സജീവമായി സുവിശേഷത്തിൻ്റെ വയലുകളിൽ ജീവിതം തുടരുന്ന തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര ചെങ്കൽ വില്ലേജിൽ ആമച്ചൽ വീട്ടിൽ പാസ്റ്റർ ബാബു രാജേന്ദ്രപ്രസാദിൻ്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. Ooh.